ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ കുടിച്ച് കാലേ നിൽക്കാൻ മേലാതെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ അജാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഗീതുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഗോവിന്ദൻ ഇതേ സമയത്ത് എങ്ങനെ തനിക്ക് ആ ചതി പറ്റി എന്നുള്ളത് നമ്മുടെ ഗീതു കണ്ടെത്താനുള്ള ശ്രമമാണ്. അങ്ങനെ നേരെ ഫോൺ എടുത്ത് അവർണികയെ വിളിച്ചു. അവർണികയെ വിളിച്ചിട്ട് അന്ന് ഗോവിന്ദേട്ടനെ കാണാൻ കമ്പനിയിലൊരു സ്ത്രീ വന്ന് അത് വഴക്കായ സമയത്ത് ആരാണ് CCTV ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അത് വരുണാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം ചെയ്തു എന്ന് ചോദിച്ചപ്പം അന്ന് ആ CCTV ക്യാമറ ഓഫ് ചെയ്ത സമയത്ത് എൻ്റെ ക്യാബിനിലിരുന്ന ലാപ്ടോപ്പിൽ വളരെ നിർണായകമായ ചില തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും ഒരു സീക്രട്ട് ഫയൽ ഉണ്ടായിരുന്നുവെന്നും അതും ആ കൂടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അല്ല ഈ ക്യാമറ ഓഫ് ചെയ്തതും ആ ഫയലും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു. അതിൽ ബന്ധമുണ്ട്. ആരാണോ ആ ഒരു ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞത് ആ വ്യക്തി തന്നെയാണ് ഈ ഒരു സാധനം കട്ടെടുത്തതിൻ്റെ ആ ഭാഗത്തുള്ളത് എന്നിങ്ങനെ പറഞ്ഞു. അല്ല അത് പിന്നെ അങ്ങനെ ഇങ്ങനെ സംഭവിക്കും എന്നും ചോദിച്ചു അപർണിക ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അത് അപർണികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് നിർണായകമായ ഒരു തെളിവായിരുന്നു, അല്ലെങ്കിൽ വേണ്ടതായിരുന്നു എനിക്കത് എന്ന് പറഞ്ഞ് അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ വണ്ടിയുടെ ഹോണടി കേട്ടു. അപ്പം നോക്കിയപ്പോൾ ദേ കണ്ണേട്ടൻ്റെ വണ്ടി. എന്നാൽ ശരി അപർണിക പിന്നെ വിളിക്കാമെന്നും പറഞ്ഞു, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഗീതു അവിടെ നിന്ന് നോക്കുക. ഈ സമയത്ത് ഗോവിന്ദൻ ഇപ്പുറ സൈഡിലിരിക്കുന്നു. അജാസ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. അജാസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗോവിന്ദനെ താങ്ങിയെടുക്കും. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ കാലേ നിൽക്കാൻ മേല. അങ്ങനെ നിൽക്കുമ്പോൾ ഗീതു ഇതെല്ലാം മേളിൽ നിന്ന് കാണുക. സാർ ഞാൻ പിടിക്കാൻ സാറെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എൻ്റെ മനസ്സിലെ സന്തോഷം അടക്കാൻ പറ്റാത്തൊരു ദിവസമാണിന്നെന്നും താൻ എന്നെ പിടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോൾ അപ്പോൾ അജാസ് താങ്ങി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പം വരുണും അതുപോലെ രാധികയും അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇത് കണ്ടപ്പോഴേക്കും രാധികയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. വേഗം രേഖ അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ കണ്ണാ നീ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ പിടിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുവാണ് ഗോവിന്ദൻ. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയാണോ നീ ഇതുപോലെയൊക്കെ ഇങ്ങനെ കുടിച്ച് കാലേ നിൽക്കാൻ മേലാതെ കയറി വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ അങ്ങനെയൊന്നും അല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അജാസ് അങ്ങ് പോയിട്ടോ. ആ ഗീതു എന്ന് പറയുന്നവളാണ് ഇതിനെല്ലാം കാരണക്കാരി. അപ്പോഴേക്കും ഗീതു മോളിൽ നിന്ന് ഇറങ്ങി വന്നു. ദൈവമേ എനിക്ക് എന്തൊക്കെയോ പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുക. അവളെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ രാധിക പറഞ്ഞപ്പം നിങ്ങളാരും ഗീതുവിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഗീതുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട, അവളുടെ കാര്യം ഞാൻ ഏറ്റു, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്തോ സീനായിന്ന് ഗീതുവിന് മനസ്സിലായി. ഗീതു ഇങ്ങനെ നിൽക്കുക. ഗീതു വന്നിട്ട് അവിടെ നിന്ന് തടി തപ്പാനായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. നിങ്ങളാരും ഗീതുവിനെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് രേഖ ഗീതുവിനെ കണ്ടു. രേഖ ഇങ്ങനെ നോക്കുക. ഈ സമയത്ത് ഗീതു ജീവനും കൊണ്ട് മേളിലോട്ട് കയറി ഓടി, തനിക്ക് പണി വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗീതുവിനെ നിങ്ങളാരും ഒന്നും ചെയ്യണ്ട, ഗീതുവിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവൾക്ക് വലിയൊരു സ്വപ്നമുണ്ട്, അവൾക്ക് വലിയൊരു ജീവിതമുണ്ട്. ഇവിടെ കിടന്ന് ജീവിതം നശിപ്പിച്ച് കളയേണ്ടവളല്ല അവൾ. അവളെ ഞാൻ ഇവിടെ നിന്ന് അവളുടെ ജീവിതത്തിലേക്ക് പറത്തി വിടും, അവളെ ഞാൻ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കുറിച്ച് ഇങ്ങനെ പറയുക. അപ്പം ഗീതുവിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ അമ്മ ഇത്, ഗോവിന്ദേട്ടനെയും ഗീതുവിനെയും തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചിട്ട് ഇതിപ്പോൾ എന്തൊക്കെയാണ് ഗോവിന്ദേട്ടൻ വിളിച്ചു പറയുന്നതെന്ന് വരുൺ ഈ രാധികയുടെ ചെവിയിൽ ചോദിക്കുമ്പോൾ ഇതൊന്നും അവനല്ല പറയുന്നത്, അവൻ്റെ ഉള്ളിലെ മദ്യമാണ് പറയിക്കുന്നത്, സ്വബോധമുള്ളപ്പോൾ ഒന്നും ഇവനിങ്ങനെ പറയില്ല, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു വരുണിനോട് രാധിക. അപ്പം രേഖ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഗീതുവിനെ കുറിച്ച് വെള്ളത്തിൻ്റെ പുറത്താണെങ്കിലും ഗോവിന്ദൻ വളരെ സ്നേഹത്തോടെയൊക്കെ പറയുന്നത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി നമ്മുടെ രേഖയ്ക്ക്. രേഖ എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക വളരെ ഒരു സന്തോഷത്തോടെ. അപ്പം നിങ്ങൾ ആരും ഇനി ഒന്നിൽ ഇടപെടേണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് നിന്ന് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങ് വന്നപ്പോഴേക്കും ഗോവിന്ദൻ പോയി വീഴാൻ തുടങ്ങി. വേഗം രേഖ കയറി ഗോവിന്ദനെ പിടിച്ചു. ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞു. പിന്നെ രാധികയായി. അങ്ങനെ രണ്ടുപേരും പിടിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്നെ ആരും പിടിക്കേണ്ട, ഞാൻ പൊക്കോളാവെന്നും പറഞ്ഞുകൊണ്ട് ആശാൻ അങ്ങനെ കയറി പോവാം. അവളുണ്ടല്ലോ പൂ പോലുള്ള പെണ്ണ, അവളുടെ ഉള്ളിൽ നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിങ്ങനെ പോണു. അപ്പം നമ്മുടെ രേഖ അവിടെ നിന്ന് മനസ്സിൽ ഇന്ന് നല്ല മൂഡിലാണല്ലോ, ഗീതുവിനെക്കുറിച്ച് ഒരിക്കലും ഇല്ലാത്തതുപോലെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഇന്ന് ഏതായാലും എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ രേഖ അവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു മനസ്സിൽ. മറ്റേ സാധനങ്ങൾ കേട്ടാൽ രേഖയുടെ ചീട്ട് കീറി. അതുകൊണ്ട് രേഖയ്ക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് രേഖ ഇവിടെ നിന്ന് സ്വയം മനസ്സിൽ പറയുന്നു. അങ്ങനെ ആ ഒരു സംസാരമൊക്കെ ആയിട്ട് രേഖ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് കിളി പാറി അമ്മയും മകനും അപ്പുറം നിൽക്കുന്നു. ആ ഒരു സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ കയറി വരുന്നതെല്ലാം നമ്മുടെ ഗീതു കാണുമല്ലേ. എൻ്റെ ഗീതു പോയി ചുറങ്ങി കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കയറി വരുന്നത്. ഗീതു നേരത്തേക്ക് ഓടിച്ചെന്നു റൂമിലേക്ക് ചെന്ന് പുതപ്പ് തലവഴി ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുക.
കള്ളിപ്പെണ്ണ് നേരത്തെ കിടന്ന് ഉറങ്ങിയോ എന്ന് ഗോവിന്ദൻ റൂമിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഗീതു ഇതെല്ലാം പുതപ്പിനടിയിൽ കിടന്ന് കേട്ടോണ്ടിരിക്കുക. ആ സമയത്ത് ഗീതു ദൈവമേ ഉറങ്ങി ഇതുപോലെ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് കൂർക്കം വലിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു. അപ്പോൾ ഗോവിന്ദൻ്റെ കാലെ കിടന്ന് ഷൂ ഒക്കെ ഗോവിന്ദൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഡോറൊക്കെ അടച്ച് കുറ്റിയിട്ട് ഗോവിന്ദൻ വന്ന് ഗീതുവിൻ്റെ അടുത്തിരിക്കാം. നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അന്നേരം പേടിച്ചിരിക്കുക. ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച്. ആ സമയം ഗോവിന്ദൻ തൊട്ടരികിൽ വന്നിരുന്നിട്ട് നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് എനിക്ക്, അതുകൊണ്ട് തന്നെ നീ ഉറങ്ങിക്കോ, നീ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങിക്കോ, എൻ്റെ മനസ്സിലുള്ളതൊക്കെ എനിക്ക് നിൻ്റെ മുന്നിൽ പറഞ്ഞു തീർക്കണം, പക്ഷെ നിൻ്റെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല, അതുകൊണ്ട് നീ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങുക, എന്താണേലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് കൊണ്ട് ഒന്നിനും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഗീതു ആണെങ്കിൽ നേരെ ചുവനെ വർത്തമാനം പറയാനും പോലും ഈ മനുഷ്യൻ അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുതപ്പിനടി കിടന്ന് പറയാം. ഗോവിന്ദൻ അത് കഴിഞ്ഞ് നിനക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല. സ്വന്തം ശരീരത്തിൽ ജീവൻ പോലും പണയം വെച്ച് സ്വന്തം ശരീരത്തിൽ ഒരു ക്യാമറ ഘടിപ്പിച്ച് നീ ശത്രുക്കളുടെ പിന്നാലെ പോയി എനിക്ക് വേണ്ടി നീ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഇതിന് പുതപ്പിനടിയിൽ കിടക്കുക ഗീതു. അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ നടന്ന കാര്യങ്ങളൊക്കെ അജാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗീതുവിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയുവാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്താൽ നീ ആഗ്രഹിച്ച ഒരു ജീവിതം നിനക്ക് ഞാൻ തരും, നീ ഇങ്ങനെ ഉയരങ്ങളിൽ പറന്നു പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കണ്ണേട്ടൻ്റെ ഒപ്പം ഒരു ജീവിതം എനിക്ക് കിട്ടിയ പിന്നെ നിലത്ത് നിൽക്കോ ഞാൻ പറക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പിനടി കിടന്ന് ഗീതു പറയുന്നു. ഗോവിന്ദൻ പറയുന്നത് ഗീതുവിനെ പഠിപ്പിച്ച് വലിയ ആളാക്കുന്നതിനെ പറ്റിയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത നിനക്ക് എന്താ ഞാൻ തരേണ്ടത്? നിനക്ക് ചെറിയ സമ്മാനമൊന്നും തന്നാൽ പോരാ, നിനക്കൊരു വലിയ സമ്മാനം തന്നെ തരണം, അത് ഞാൻ തരും. എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്ത നിന്നെ ഞാൻ ഒരിക്കലും കൈയൊഴിയില്ല. നിൻ്റെ ആഗ്രഹം എന്തായിരുന്നോ അല്ലെങ്കിൽ എന്താണോ അത് സാധിച്ച് നിന്നെ ഞാൻ ഉയരങ്ങളിൽ എത്തിച്ചിട്ടേ പിന്നോട്ട് വാങ്ങുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് ഗീതു വളരെ സന്തോഷത്തോടെ കൂടി അങ്ങനെ കിടക്കുക കേട്ടോ. എന്തായാലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ വരും എന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലായി. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന് ലാസ്റ്റ് ഗോവിന്ദൻ ഗീതുവിന് വട്ടാണെന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു. അപ്പോൾ വട്ടിനുള്ള ഗുളിക എൻ്റെ ഗീതുവിൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള മരുന്ന് ഞാൻ ഗീതുവിന് തരും എന്നും പറഞ്ഞുകൊണ്ട് പോയി വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗീതുവിന് ദേഷ്യം വന്നു. വട്ട് നിങ്ങളുടെ രണ്ടാനമ്മയ്ക്കാണെന്നും പറഞ്ഞുകൊണ്ട് കിടന്നെടുത്തുനിന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ രണ്ടെണ്ണങ്ങളും കൂടെ മുട്ടൻ ഉടക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 ഉടക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കും കൂടി വഴക്കും കൂടി ഗീതു വീണ്ടും കയറി കിടന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ വീണ്ടും കട്ടിലേക്ക് കയറി കിടന്നു. പക്ഷേ ഗീതു പുതപ്പിനടി ചെന്നപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ സന്തോഷിക്കുക കേട്ടോ. എന്തായാലും ആ ഒരു രാത്രി മനോഹരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞും കുറേ കാര്യങ്ങളിൽ വഴക്കു കൂടിയും ഒക്കെ അവർ തമ്മിൽ തീർത്തു. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ കാണിക്കുന്നത് കിഷോറിനെ. പുതിയ പ്ലാനും പദ്ധതിയൊക്കെ ഒരുക്കി നിൽക്കുന്ന കിഷോറിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു നമ്മുടെ അവർണിക ഗീതു ഫോൺ വിളിച്ച കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്ക് ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ ഈ കിഷോർ നിൽക്കുക. അപ്പോൾ ഞാൻ ഗീതുവിനോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറ ഓഫ് ചെയ്തത് കിഷോർ പറഞ്ഞിട്ടല്ല, മറിച്ച് വരുൺ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞുള്ള കാര്യം പറഞ്ഞു. ഇപ്പം നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും പറഞ്ഞ് നീ നിൽക്കുന്നില്ലേ, ഇത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ള കാര്യവും അവർണിക കിച്ചുവിനോട് പറയുക. കിച്ചു, ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല, കാരണം ഗീതാഞ്ജലിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയൊരു തെളിവാണെന്നും വലിയൊരു സംഭവം എന്തോ ആണ്, പക്ഷെ അതെന്താണെന്ന് ഗീതാഞ്ജലി ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഗീതാഞ്ജലി തേടി ഇറങ്ങിയിട്ടുണ്ട്. അത് തേടി ഇറങ്ങി ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ കിച്ചു പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പോലും കഴിയുന്ന കാര്യമല്ല. ഗീതു അത്രയ്ക്ക് ഇതായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഗീതുവിന് തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇതുണ്ട്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് കിച്ചുവാണ് പ്രതിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗീതാഞ്ജലി പിന്നെ എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യവും പറയാം. ഇതിൽ ശരിക്കും കിച്ചു നീ കുടുങ്ങും എന്ന് പറഞ്ഞ അവർണിക കാര്യങ്ങളെല്ലാം കിഷോറിനോട് പറയുമ്പോൾ കിച്ചു ശരിക്കും പേടിച്ചു. കിച്ചുവിന് മനസ്സിലായി ഗീതു തുനിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കേസുകെട്ടായിരിക്കത്തില്ല, മറിച്ച് അതൊരു 1.5 കേസുകെട്ട് തന്നെ ആയിരിക്കും എന്ന്. കിഷോറിനെ അവൾ പഞ്ഞിക്കിടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് കിഷോറിന് അറിയാം. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് കിഷോർ ആകെ പേടിച്ച് നിൽക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്താണ് തൻ്റെ മുന്നിൽ ആകെ ഒരു വഴിയുള്ളത്, ഒരു പോംവഴി ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്.
പിന്നെ ഒരു ഇത് പറഞ്ഞു കൊടുക്കുന്നു, ഗീതാഞ്ജലി മേഡം നീ പറഞ്ഞാൽ കേൾക്കും, കാരണം വരുണിനേക്കാൾ വിശ്വാസം ഗീതാഞ്ജലി മേഡത്തിന് നിന്നെയാണ്. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ കാര്യങ്ങൾ അതിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം. അങ്ങനെ വരുമ്പോൾ അവരെ തന്നെയാണ് കുറ്റക്കാരായിട്ട് ഗീതാഞ്ജലി മേഡം കാണുകയുള്ളൂ. നീ പറയുന്ന കാര്യങ്ങൾ ഗീതാഞ്ജലി മേഡം വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാകാതെ നീ വേണം നോക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഗീതാഞ്ജലിയെ മെരുക്കി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കിഷോർ അവർണികയെ പറഞ്ഞ് ചാട്ടേ കയറ്റുക. അപ്പോൾ അവർണിക അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുവട്ടെ, എന്താണ് ഇനി ചെയ്യുന്നത് എന്ന് ആലോചിച്ച്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ അവർണിക ഇവൻ്റെ ഡയലോഗുകളിൽ വീണു എന്നുള്ള കാര്യം കിഷോറിന് മനസ്സിലായി. കിഷോർ ആണെങ്കിൽ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെ ആട്ടോ. ഗോവിന്ദൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഗീതു അങ്ങോട്ടേക്ക് വന്നു. ഗീതു അങ്ങ് വന്നപ്പോൾ എന്തായിരുന്നു ഇന്നലത്തെ പ്രകടനം എന്ന് ചോദിച്ചു. അത് പിന്നെ അജാസ് ഇന്നലെ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പം നിൻ്റെ നിരപരാധിത്വം എനിക്ക് മനസ്സിലായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അജാസ് പറയേണ്ടി വന്നു എൻ്റെ നിരപരാധിത്വം കണ്ണേട്ടന് മനസ്സിലാകാനല്ലേ, മറിച്ച് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കണ്ണേട്ടൻ അത് കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ലല്ലോ. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ കളഞ്ഞ് ഒരു ത്യാഗവും ചെയ്യേണ്ട കാര്യമില്ലെന്നും നിനക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ മുന്നോട്ട് ഇറങ്ങണമെന്നും അത് ബാംഗ്ലൂർ എവിടെ വേണമെങ്കിലും നിനക്ക് പറയാം, അവിടെയെല്ലാം ഞാൻ അഡ്മിഷൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ വാക്കുകളോട് ദേഷ്യം തോന്നിയ ഗീതു അതും ഇതെല്ലാം വിളിച്ചു പറയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികളുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എനിക്കുണ്ടാകുന്ന കുട്ടിക്ക് ഞാൻ രാധൂന്ന് പേരിടുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചിനെങ്ങാനും ആ പേരിട്ടാൽ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു ഗീതു. അപ്പോൾ നിൻ്റെ കൊച്ചിനല്ല, ഞാൻ എൻ്റെ കൊച്ചിനിടുന്ന പേരിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് ഗോവിന്ദൻ. പെട്ടെന്ന് ഗോവിന്ദൻ ഇങ്ങനെ സ്റ്റക്കായി. അയ്യോ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വന്നല്ലോ, ഇനിയിപ്പോൾ എന്താ പൊട്ടന് മനസ്സിലായില്ലെന്ന് തോന്നണമെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുക. ഗോവിന്ദൻ അന്നേരം ഇവളെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഗോവിന്ദനും അങ്ങനെ നിൽക്കുന്നു. രണ്ടുപേരും പപ്പ അടിച്ച് നിൽക്കുക. പെട്ടെന്ന് ഗീത വിഷയം മാറ്റാനായിട്ട് അയ്യോ എന്തൊരു വാടക ഇത്, പല്ലൊന്നും തേച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദനെ ആ ഒരു രീതി അങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ വേഗം വാ പൊത്തി കിട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, കള്ളും കുടിച്ചിട്ട് വരും, പല്ലും തേക്കുകയല്ല, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത് ഭയങ്കര ഡയലോഗ്. അപ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ ചമ്മി നിൽക്കുക. ഞാൻ പല്ല് തേച്ചിട്ട് വന്നാൽ എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ അത് ശരി എന്ന് പറഞ്ഞ് ഗീതു അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ ചമ്മി നിൽക്കുന്നു. ദൈവമേ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഗീത റൂമിൽ നിൽക്കുന്നു. ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അത്യുഗ്രൻ മനോഹരമായ ഒരു വിശേഷമായിട്ട് ഇന്നത്തെ നമ്മുടെ കഥ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.